എൻ്റെ പേര് സൗമ്യ. ഞാൻ 2022 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഒരു സർക്കാർ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഞാനൊരു നേഴ്സാണ്. പക്ഷേ എൻ്റെ ജോലി മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ മോനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ജോലി ഇടയ്ക്ക് വെച്ച് ഞാൻ റിസൈൻ ചെയ്തു. പിന്നീട് എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹം തോന്നിയതാണ് ഒരു സർക്കാർ സർവീസിൽ ജോലി വേണമെന്നുള്ളത്. 10 വർഷമായിട്ട് ഞാനൊരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. 2022 ഞാൻ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോയില്ല. പിന്നീട് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് 2025 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത്. 2025 ഏപ്രിൽ മാസം എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നത്. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി എക്സാം എഴുതാൻ ഏപ്രിൽ 29 ആയിരുന്നു എക്സാം. മാതാവിൻ്റെ കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും തൈലവുമായിട്ടാണ് എക്സാം ഹാളിൽ കയറുന്നത്. മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതുന്നത്. എക്സാം അത്യാവശ്യം ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. എങ്കിലും ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ 6 മാസമാകുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് അഡ്വൈസ് ലഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ JPHN അഡ്വൈസ് ലഭിച്ചത്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു, എൻ്റെ മോനെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ എനിക്കിപ്പം മാതാവ് തന്ന ഈ ജോലിയിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ല. അതുകൊണ്ട് മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതെൻ്റെ ഹസ്ബൻഡാണ്. ഞാനിവിടെ വന്ന് പത്രം വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോൾ കൂടുതലും പത്രം കൊടുക്കുന്നത് ഹസ്ബൻഡാണ്. ദൈവം എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ ദിവസവും കൂടാറുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് വിശ്വാസത്തിൽ വളരുവാൻ സഹായിക്കുന്നത് ഞാനിവിടുത്തെ സാക്ഷ്യങ്ങളാണ് കേൾക്കാറുള്ളത്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധസദനമുണ്ട്. എല്ലാ മാസവും കൃത്യമായി ഞാൻ അവിടത്തേക്ക് ഒരു തുക നീക്കി വെച്ച് കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. ദൈവം എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 34, 5, 6, 7 തിരുവചനങ്ങൾ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. സൗമ്യ ഹെൻറി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം അമ്മയിലൂടെ നേടിയതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. 10 വർഷമായി ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്ന മകൾക്ക് ഉടമ്പടി വിശുദ്ധിയിലും വിശ്വസ്തതയിലും പാലിച്ച് ജീവിച്ചു തുടങ്ങിയ ഈ നാളുകളിൽ അമ്മ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ നാഥ പെട്ടെന്ന് മകൾക്ക് ഒരു ജോലിയിലേക്കുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് ഒരു സുരക്ഷിതമായ ജോലി നൽകി മകളെ അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, 2022 ഉടമ്പടി എടുത്തു, പിന്നീടത് ഉഴപ്പിപ്പോയി, 25 വന്ന് പുതുക്കി, അപ്പോൾ വന്ന പരീക്ഷ എഴുതി. ആ വർഷം ഒന്ന് തികയുന്നതിന് മുമ്പ് തന്നെ അമ്മ മാതാവ് മകൾക്ക് ജോലിയിലേക്കുള്ള കാര്യങ്ങൾ എല്ലാം ക്രമീകരിച്ച് മകൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കിക്കൊണ്ട് മകൾക്ക് ജോലി അനുവദിച്ച് നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി നമുക്ക് കാര്യം കാണുവാനുള്ള ഒരു വഴിയായി മാത്രം എടുക്കരുത്. അത് പലപ്പോഴും ദൈവത്തെ കബളിപ്പിക്കുന്ന രീതിയാണ്. ഉടമ്പടി നമുക്ക് ദൈവത്തെ സ്വന്തമാക്കുവാനും ദൈവം നൽകുന്ന നന്മകളെ അനുഭവിക്കുവാനും ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും വിധം നമ്മുടെ ജീവിതം ദൈവത്തിന് വിശ്വസ്തയോടെ സമർപ്പിക്കുവാനുമുള്ള ഒരു മാർഗമായിട്ടാണ് നാം കാണുന്നതെങ്കിൽ നമ്മൾക്ക് ഓരോ ഉടമ്പടി ജീവിതവും അത് നമ്മുടെ വ്യക്തി ജീവിതത്തിന്, കുടുംബ ജീവിതത്തിന്, നമ്മളിലൂടെ അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ഉടമ്പടി അനേകരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഈ അമ്മ മാതാവ് ഈ ആലയത്തിലേക്ക് നമ്മളെ ചേർത്ത് വിളിക്കുകയാണ്. ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ തന്നെ പുതിയൊരു ക്രമം നൽകിക്കൊണ്ട് അത് വിശുദ്ധിയുടെയും ദൈവസ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രേക്ഷിത ചൈതന്യത്തിൻ്റെയും ഒരു ക്രമം നൽകിക്കൊണ്ട് ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുവാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് കാര്യം നേടുമ്പോൾ ഉപേക്ഷിച്ച്
ഉപേക്ഷിച്ച് പോകേണ്ടതല്ല. കാര്യം നേടുമ്പോൾ കൂടുതൽ ഉപകാര സ്മരണയോടുകൂടി ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കേണ്ടതാണ് ഉടമ്പടി എന്ന് നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹം കൂടുതൽ ഉടമ്പടി വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കുവാൻ മകളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.